നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിലെ ഒരു പ്രപഞ്ച വിസ്മയത്തെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ആദ്യം. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ നന്ദാദേവി ബയോസ്ഫിയർ റിസർവിലുള്ള പൂക്കളുടെ താഴ്വര പ്രപഞ്ച വിസ്മയമായി സഞ്ചാരികൾ വിശേഷിപ്പിക്കുന്ന പ്രദേശമാണിത്. 600-ലധികം ഇനങ്ങളിൽപ്പെട്ട തദ്ദേശീയമായ നിരവധി പുഷ്പങ്ങൾ ഇവിടെ വർണ്ണവിസ്മയം തീർക്കുന്നു. സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുന്ന ഈ താഴ്വരയിലേക്കുള്ള പ്രവേശനം ഇന്ന് പുനരാരംഭിച്ചു. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. യുനെസ്കോ ലോക പൈതൃക സൈറ്റായി ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചമോലി ജില്ലയിൽ നന്ദാദേവി ദേശീയോദ്യാനത്തിന് സമീപമായി 87 സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്താണ് ഈ വിസ്മയം വ്യാപിച്ചു കിടക്കുന്നത്. 13 കിലോമീറ്ററോളം ട്രെക്കിംഗ് നടത്തിയാണ് ഇവിടെ എത്തേണ്ടത്. 1931 3 ബ്രിട്ടീഷ് പർവ്വതാരോഹകർ വഴിതെറ്റി ഇവിടെ എത്തിച്ചേരുകയും അങ്ങനെ ഈ പ്രപഞ്ച വിസ്മയത്തെക്കുറിച്ച് പുറം ലോകം അറിയാൻ ഇടയാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവിടേക്ക് പോകാൻ കാത്തിരിക്കുന്ന സഞ്ചാരികൾക്ക് സന്തോഷം നൽകുന്നതാണ് ഈ വിവരം. ഒരു വശത്ത് സാധാരണ തൊഴിൽ ചെയ്യാൻ തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥ, മറുവശത്ത് തൊഴിൽ ഇല്ലാത്ത അവസ്ഥ. ഇത് രണ്ടിനുമിടയിൽ പാലം പണിത് പ്രശ്നപരിഹാരം കാണുകയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വാഭിമാൻ സൊസൈറ്റി. തെങ്ങ് കയറ്റം മുതൽ പ്രസവ ശുശ്രൂഷ വരെയുള്ള ജോലികൾക്ക് ഇവിടെ നിന്ന് ആൾക്കാരെ ലഭ്യമാക്കുന്നു. സ്വാഭിമാൻ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ തയ്യൽ. ഈ തൊഴിലെടുക്കുന്ന ആളുകൾക്കിടയിൽ അവരെ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അവരെയും കൂടെ സോഷ്യലൈസ് ചെയ്യുക, അതാണ് ഈ സ്വാഭിമാൻ പദ്ധതിന്റെ ഒരു ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു ലക്ഷ്യം. അതാണ് നമ്മുടെ സമൂഹത്തിന് പൊതുവെ വളരെ ആത്മാഭിമാനമുള്ള തൊഴിലാളികളും അതേമാതിരി തന്നെ നല്ല സർവീസ് ഉടമയ്ക്ക് കിട്ടുന്ന രീതിയിലുള്ള തൊഴിലാളികളെയും നല്ല സർവീസ് സമൂഹത്തിന് ലഭിക്കുക എന്ന ഒരു കാര്യം കൂടിയാണ് ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത്. 2010 ഈ പ്രസ്ഥാനം കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചത്. അതിനുശേഷം 2018 എംപ്ലോയീസ് കോമ്പൻസേഷൻ നിയമം നടപ്പിലാക്കി. 2010 എംപ്ലോയീസ് കോമ്പൻസേഷൻ നിയമത്തിൽ ഒരു മാറ്റം ഉണ്ടായി. എന്നുണ്ടെങ്കിൽ മുമ്പ് ഫാക്ടറികളിൽ മാത്രമായിരുന്നു എംപ്ലോയീസ് കോമ്പൻസേഷൻ നിയമം നടപ്പിലിരുന്നത്. പിന്നീട് അത് ഓരോ ഇൻഡിവിജ്വൽ തൊഴിലാളിയും അർഹനാണ് എന്നുള്ളത് ഹൈക്കോടതിന്റെ ഒരു റൂളിങ്ങിന് ശേഷം ഓരോ വീട്ടിൽ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആള് മുതൽ ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. അവരെയും കൂടെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും കൂടിയാണ്. തൊഴിൽ ബാങ്ക് പോലെ പ്രവർത്തിച്ച് തൊഴിലാളികളെ സപ്ലൈ ചെയ്യുക മാത്രമല്ല, അവർക്കും കുടുംബത്തിനും ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഉറപ്പാക്കുന്നു ഈ പദ്ധതി. നിലവിൽ 150ഓളം തൊഴിലാളികളുണ്ട് സ്വാഭിമാനിൽ. പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ, AC മെക്കാനിക്, പറമ്പ് കിളയ്ക്കൽ, ഹൌസ് ക്ലീപ്പിംഗ്, തെങ്ങ് കയറ്റം, പ്രസവ ശുശ്രൂഷ തുടങ്ങി 26-ൽ പരം ജോലികൾക്കാണ് തൊഴിലാളികളെ ലഭ്യമാക്കുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജില്ലയിൽ എല്ലായിടത്തും സേവനം ലഭിക്കും. തൊഴിലാളികളെ അന്വേഷിക്കുന്നവർക്കും തൊഴിലന്വേഷിക്കുന്നവർക്കും ഏറെ ഗുണപ്രദമാണ് ഈ പദ്ധതി. ഈ മാതൃക മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാവുന്നതാണ്. ആകാശത്തിന്റെ അനന്തത എല്ലാവർക്കും ആകാംക്ഷയാണ്, കൗതുകമാണ്. അതിലേക്ക് പറന്നുയരാൻ ആഗ്രഹിക്കാത്ത ഒരു കൊച്ചു കുഞ്ഞുപോലും ഉണ്ടാവില്ല. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ സ്വപ്നത്തിന് ചിറക് നൽകി ആദ്യത്തെ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി ഗോപിചന്ദ് തോട്ടക്കുറ. റിട്ടയേർഡ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനാണ് അമേരിക്കയിൽ താമസിക്കുന്ന ആന്ധ്രാപ്രദേശ് വിജയവാഡ സ്വദേശിയായ ഗോപിചന്ദ്. സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിനലിന്റെ 7ാമത് ദൌത്യത്തിന്റെ ഭാഗമായാണ് ഗോപിചന്ദ് ബഹിരാകാശത്തെത്തിയത്. ദൌത്യത്തിന്റെ ഭാഗമായി ഗോപിചന്ദിനൊപ്പം 90 വയസ്സുള്ള എഡ് വൈറ്റ് ഉൾപ്പെടെ 5 യാത്രികർ ഉണ്ടായിരുന്നു. 11 മിനിറ്റാണ് യാത്രയുടെ ദൈർഘ്യം. ഇന്ന് ബഹിരാകാശത്തേക്കുള്ള വിനോദസഞ്ചാരത്തിന് കോടികൾ ചെലവ് വരുമെങ്കിലും വിദൂര ഭാവിയിൽ തന്നെ ചെലവ് കുറഞ്ഞ ബഹിരാകാശ വിനോദയാത്ര യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
മലമുകളിലെ 40 സെന്റ് ഭൂമിയിൽ വിസ്മയം തീർക്കുന്ന ജോൺ എന്ന കർഷകനെക്കുറിച്ചാണ് നല്ല വാർത്തയിലിനി. ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ കൊരങ്ങാട്ടി ആദിവാസി ഗ്രാമത്തിലാണ് PG ജോൺ പുളിയമാക്കൽ എന്ന 65-കാരനായ ഈ കർഷകന്റെ ജൈവ വൈവിധ്യ ഫാം. 25 വർഷം മുൻപ് ഇവിടേക്ക് കുടുംബസമേതം താമസമാക്കിയ അന്നു മുതൽ തന്റെ കഠിനാധ്വാനവും നിതാന്ത പരിശ്രമവും വഴി വിവിധങ്ങളായ നിരവധി സസ്യങ്ങളും വൃക്ഷങ്ങളും അദ്ദേഹം കൃഷി ചെയ്ത് പരിപോഷിപ്പിച്ചു വരുന്നു. ശ്രീ PG ജോൺ നല്ല വാർത്തയോട്. എനിക്ക് 5 ഏക്കറോളം നെൽവയലും 40 സെന്റോളം കരഭൂമിയും ആണുള്ളത്. വയലിൽ ഇന്ന് ലോകത്ത് മറ്റൊരിടത്തും ആരും തന്നെ കൃഷി ചെയ്യുന്നില്ലാത്ത, ഞാൻ തന്നെ സംരക്ഷിച്ചു വരുന്ന പുളിയൻ മുണ്ടകൻ എന്ന ഒരു നെല്ലിനമാണ് അധികമായിട്ട് കൃഷി ചെയ്യുന്നത്. ഈ നെല്ലിന്റെ കൊയ്ത്ത് ഡിസംബറിൽ മാത്രമേ നടക്കുകയുള്ളൂ. കൂടാതെ 110 ദിവസം കൊണ്ട് കൊയ്യാവുന്ന നെല്ലുൾപ്പെടെ 14 ഇനം അപൂർവങ്ങളായ നെല്ലുകളും കൃഷി ചെയ്യുന്നുണ്ട്. കരഭൂമിയിൽ ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത 16 ഇനം കുരുമുളക് വള്ളി ഉൾപ്പെടെ 10-ലധികം നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. കൂടാതെ തലമുറകൾ കൈമാറി വന്ന, ഞങ്ങളുടെ പൂർവികരൊക്കെ കൈമാറി ഞങ്ങൾക്ക് കിട്ടിയ 60-ലധികം ഔഷധ സസ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. 20-ലധികം പഴവർഗ്ഗങ്ങൾ, 20-ലധികം ഹാർഡ്വുഡും സോഫ്റ്റ്വുഡുമായിട്ടുള്ള മരങ്ങൾ, 70-ലധികം അപൂർവ ഇനങ്ങളായ പൂച്ചെടികൾ, പിന്നെ മുള്ളൻ കിഴങ്ങ്, അടതാപ്പ്, 10 ഇനം കാച്ചിൽ തുടങ്ങി 30-ലധികം കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യുന്നു. പഴവർഗ്ഗങ്ങൾ, വാഴയാണെങ്കിൽ പല ഇനം വാഴകളുണ്ട്, അതും എന്റെ പുരയിടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. 2-3 ഇനം കൃഷികൾ മാത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷം കർഷകൻ എന്താവുന്നു എന്ന് മനസ്സിലാക്കിയ ഞാൻ വൈവിധ്യങ്ങൾ ആർന്ന കൃഷിയിൽ ആണ് കൃഷി ചെയ്യുന്നത്. 200ഓളം ഇനം സസ്യങ്ങൾ എന്റെ പുരയിടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഫാം സ്കൂളായിട്ടും എന്റെ കൃഷിയിടം പ്രവർത്തിക്കുകയാണ്. ഈ വീടിരിക്കുന്ന പുരയിടത്ത് ഞാൻ പറഞ്ഞല്ലോ 40 സെന്റ്, അതിനകത്തെ കൃഷി മുഴുവൻ ഞാൻ നിലത്തോടെ നടന്ന് ചെയ്യാവുന്ന കൃഷി മുഴുവൻ, അതിനകത്തെ കളയെടുപ്പും വിളവെടുപ്പും ഒക്കെ എനിക്ക് ഓക്കറെ ചെന്ന് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ നിമ്പ് കൊണ്ട് നടന്ന് ചെന്ന് ഞാൻ തന്നെയൊക്കെ ചെയ്യുന്നത്. കുറഞ്ഞ സ്ഥലത്തെ വൈവിധ്യമാർന്ന ഈ കൃഷിരീതിക്ക് ജൈവ വൈവിധ്യ ബോർഡിന്റെ അംഗീകാരവും അദ്ദേഹത്തിന് ലഭിച്ചു. 2017 ഒരു അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടുവെങ്കിലും ഇന്നും കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി തന്നെ മുന്നോട്ടു പോകുന്നു. ഔഷധ സസ്യങ്ങൾ, പച്ചക്കറികൾ, നാണ്യവിളകൾ, ഫലവൃക്ഷങ്ങൾ എന്നിവയ്ക്ക് പുറമെ മറ്റ് വൃക്ഷങ്ങളും ധാന്യങ്ങൾ എന്നിവയും അദ്ദേഹം കൃഷി ചെയ്യുന്നു. 40 സെന്റിലെ ഇത്രയും വൈവിധ്യമാർന്ന ജൈവോദ്യാനം ഒരു വിസ്മയം മാത്രമല്ല, ഇത്ര കുറഞ്ഞ സ്ഥലത്തും വൈവിധ്യമാർന്ന കൃഷിക്ക് സാധ്യതയുണ്ടെന്ന ബോധ്യവും കൂടിയാണ് ശ്രീ PG ജോൺ നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. അടുത്തിടെ കൊല്ലം തെക്കും ഭാഗത്ത് ഒരു പിറന്നാൾ ആഘോഷം നടന്നു. പിറന്നാൾ ആഘോഷത്തിൽ എന്താ പുതുമയെന്ന് സംശയിച്ചേക്കാം. ഇത് തോമസിന്റെ 12ാം പിറന്നാൾ ആഘോഷമാണ്. തോമസ് എന്നത് ഇവിടുത്തെ ഒരു തെരുവുനായയാണ്. തദ്ദേശീയരുടെ ഓമനയായ തെരുവുനായ. തെരുവുനായകളെ ഭീഷണിയായും ഭയമായും കണക്കാക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഈ തെരുവുനായ ഒരു സെലിബ്രിറ്റിയാവുന്നത്. മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന ഈ മേഖലയിലേക്ക് 12 വർഷത്തിന് മുൻപ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ഈ നായ പിന്നീട് ഇവിടുത്തുകാരുടെ പൊന്നോമനയായി മാറുകയായിരുന്നു. പിറന്നാളിനോടനുബന്ധിച്ച് സ്ട്രോബെറി കേക്ക് മുറിക്കുകയും 100ഓളം പേർക്ക് ബിരിയാണി തയ്യാറാക്കുകയും ചെയ്തു നാട്ടുകാർ. ഈ പ്രദേശത്തെ പരസ്യ ബോർഡുകളിൽ പോലും തോമസിനെ കാണാൻ സാധിക്കും. തോമസിനെ സ്നേഹത്തിന്റെ അടയാളമായും ഈ പ്രദേശത്തെ സംരക്ഷകനുമായിട്ടാണ് ഇവിടത്തുകാർ കാണുന്നത്. രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകാൻ ഭയമുള്ളവർ തോമസിനെ വിളിച്ചാൽ അവൻ കൂടി പോവുകയും തിരികെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നു. ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, എത്രയോ കുടുംബങ്ങളുടെ പൊന്നോമനയായി ഒരു നായ. സന്തോഷവും ഒപ്പം കൗതുകവും നൽകുന്ന വാർത്ത തന്നെയാണിത്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.